ദ ജേർണലിസ്റ്റിലേക്ക് 10 വർഷക്കാലം നീണ്ട പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിൻ്റെ ആണിക്കല്ലിളക്കുന്ന വിധത്തിലാണ് UDF സുനാമി ആഞ്ഞടിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രവചിച്ചതുപോലെ തന്നെ 100-ലധികം സീറ്റുകളിൽ വമ്പിച്ച വിജയവും 12-ലധികം മന്ത്രിമാരുടെ ദയനീയ പതനവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞിരുന്ന, അവർ വാഗ്ദാനം ചെയ്തിരുന്ന ഒരൊറ്റ കാര്യത്തിലും ഒരൊറ്റ മാറ്റവും ഉണ്ടാകില്ല എന്ന്. കേരളത്തിൽ ന്യായ് പദ്ധതികൾ നടപ്പാക്കുന്നതടക്കമുള്ള വികസന പദ്ധതികൾ മാത്രമല്ല കോൺഗ്രസും UDFും പ്രവചിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരുന്നത്, മറിച്ച് തങ്ങളെ വേട്ടയാടി, തങ്ങളുടെ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി, തങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച് ആനന്ദം കണ്ടെത്തി CPMന് വേണ്ടി വിടുപണി ചെയ്ത, അടിമവേല ചെയ്ത ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു കൂട്ടം ഗ്രൂപ്പുകൾക്കൊക്കെയുള്ള പണി ഞങ്ങൾ അധികാരത്തിലേറിയാൽ നൽകുമെന്ന് UDF നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കളൊക്കെ നിരന്തരമായി പറഞ്ഞിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് കൊച്ചിയിലെ റിപ്പോർട്ടർ TV ഓഫീസിന് മുന്നിൽ നിന്ന് ഇപ്പോൾ കേരളം കാണുന്നത്. നൂറിലധികം സീറ്റുകൾ നേടി UDF കേരളം ഭരിക്കാൻ പോകുന്നതിൻ്റെ, പിടിച്ചെടുത്തതിൻ്റെ ആവേശം കേരളത്തിലെമ്പാടും സകല ഇടങ്ങളിലും അലതല്ലുമ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ഓടിച്ചെന്നത് കൊച്ചിയിലെ റിപ്പോർട്ടർ TV ഓഫീസിന് മുന്നിലേക്കാണ്. അവർക്ക് പല കണക്കുകളും തീർക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ തുടക്കമാണ് റിപ്പോർട്ടർ TVയുടെ ഓഫീസിന് മുന്നിൽ നടന്ന ഈ പ്രതിഷേധ ആഘോഷ പ്രകടനം. ഒരു കൊട്ട നിറയെ ലഡുവുമായിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിന് മുന്നിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനവുമായി എത്തിയ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ മൊട്ട പൊട്ടിച്ചു, മരം കൊത്തി, കാട്ടുകള്ള, ഞങ്ങൾ വിജയിച്ചു, ഇനി നിങ്ങൾക്കിട്ടുള്ള പണി ഞങ്ങൾ തരുന്നതായിരിക്കുമെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച് ഏറെ നേരം അവിടെ ആഘോഷം നടത്തി ആ വഴിയിൽ പടക്കവും പൊട്ടിച്ചിട്ടാണ് സ്ഥലം വിട്ടത്. അതായത് റിപ്പോർട്ടർ ചാനലിനെ പണിയും എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം എന്ന നിലയിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ, മാധ്യമ പ്രവർത്തകർക്ക് നേരെ, ആ മാധ്യമ പ്രവർത്തനത്തിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ പൊതുവെയുള്ളത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ അതോ CPMന് വേണ്ടിയുള്ള കൊട്ടേഷൻ പണിയാണോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് മറുവശത്ത് ചോദിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള സമയമെടുത്താൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെയും UDF സംവിധാനത്തിനെതിരെയും നിരവധി വ്യാജ ക്യാമ്പയിനുകൾ റിപ്പോർട്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി തലയും വാലുമില്ലാത്ത ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട് മാസങ്ങളോളം നീണ്ട വേട്ട റിപ്പോർട്ടർ ചാനൽ നടത്തിയിരുന്നു. അതിനുശേഷം വളരെ കഴിഞ്ഞാണ് ഒരു യുവതി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. പക്ഷെ അതിനൊക്കെ വളരെ മുമ്പ് മുതലേ രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി അധിക്ഷേപങ്ങളും ആക്രോശങ്ങളും റിപ്പോർട്ടർ TV നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചായ കാപ്പിയെ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു മഗ്ഗും പിടിച്ചിട്ട് പച്ച ചീത്ത വിളിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം ഭേദ്യം ചെയ്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം തന്നെ ആളിക്കത്തിച്ച് ഇതൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലായി സ്വീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവാളിയാണ് എന്ന് ഒരു കോടതിയും ഇതുവരെ വിധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കോടതിയും കുറ്റവിമുക്തനാക്കിയിട്ടുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾ പ്രാധാന്യമുള്ളതാണ് എന്ന് ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഓരോ കോടതികളും കൃത്യമായി എടുത്തു കാണിച്ചു. ഇതോടെ രാവിലെ ചായ വെക്കാൻ നടക്കുന്ന ആ ചേട്ടൻ്റെ സകല വെടിക്കഥകളും പൊട്ടിച്ചിതറി തകർന്നു പോയി എന്നുള്ളത് കേരളം കണ്ടതാണ്. അതിനുശേഷം കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്കെതിരെ, UDFിൻ്റെ പല തെരഞ്ഞെടുപ്പ് നയങ്ങൾക്കെതിരെ, ന്യായ് പദ്ധതിയുടെ പ്രഖ്യാപനത്തിനെതിരെ ഒക്കെ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് നിരന്തരമായി ഹെയ്റ്റ് പ്രചരിപ്പിക്കുകയായിരുന്നു ഈ ചാനലുമായി ബന്ധപ്പെട്ട ആളുകൾ.
സ്മൃതി പരുത്തിക്കാട് എന്ന റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും പ്രഗത്ഭയായ ഏറ്റവും സീനിയറായ ഒരു അവതാരക കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, അതോടൊപ്പം പിണറായി സർക്കാരിൻ്റെ ദുർഭരണം കാര്യകാരണം സഹിതം വിശദീകരിക്കുന്ന ചർച്ചകൾ നടത്തിയപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെയും സതീശനെയും ചേർത്ത് കെട്ടി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ചേർത്ത് കെട്ടി വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ ക്രൂരമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് CPM സൈബർ കേന്ദ്രങ്ങൾ ഉടനീളം നടത്തിയത്. സ്മൃതീശനെ നടക്കം വിളിച്ചുകൊണ്ട് സതീശൻ്റെയും സ്മൃതിയുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്തടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സൈബർ സഖാക്കളെ കൊണ്ട് സ്മൃതി പരുത്തിക്കാട് പൊറുതി മുട്ടുമ്പോഴും ഒപ്പമുണ്ടായിരുന്ന പുങ്കവന്മാർ CPM-ന് അടിമവേല ചെയ്യുകയായിരുന്നു. ആ വിഷയത്തിൽ സ്മൃതി പരുത്തിക്കാടിനെതിരായ സൈബർ ആക്രമണങ്ങൾ സകല പരിധിയും ലംഘിച്ചിട്ടും CPM-ന് വേണ്ടി അടിമവേല നടത്തുന്നതിൻ്റെ ആർജവം, അതിൻ്റെ 10-1 പോലും സ്മൃതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരായി നടത്താൻ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ ഈ പുങ്കവന്മാർക്ക് സാധിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ സ്ത്രീത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിരന്തരം ചായ കാപ്പിയായിട്ട് വന്ന ചേട്ടനൊന്നും സ്മൃതി പരുത്തിക്കാടിനെതിരായി നടന്നിട്ടുള്ള ആ വലിയ ആക്രമണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ കോൺഗ്രസിനെതിരായിട്ട് നിരന്തരമായി നിരവധി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ഈ മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ അവിടുത്തെ സർക്കാർ നൽകിയ ഫ്ളാറ്റുകൾക്ക് തകരാറുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും ജനങ്ങൾക്ക് അവിടെ കയറി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല ദുരിതബാധിതർക്ക് എന്നതടക്കമുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ അന്ധമായി CPM-ന് വേണ്ടി ന്യായീകരിച്ച് മെഴുകുന്ന പണിയെടുത്ത ടീമുകളാണിത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ കോൺഗ്രസ്സുകാർ അവരുടെ ദേഷ്യം തീർത്ത്, അരിശം തീർത്തത്, അല്ലെങ്കിൽ തങ്ങളുടെ കണക്ക് ചോദിക്കാൻ ഞങ്ങൾക്ക് ബാക്കിയുണ്ടത് ഞങ്ങൾ ചോദിക്കുമെന്ന് കൃത്യമായി പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിന് മുന്നിൽ വെച്ചു തന്നെയാണ്. റിപ്പോർട്ടർ ചാനൽ ഓഫീസിലേക്ക് കയറി നിരങ്ങി കോൺഗ്രസ്സുകാർ വലിയ പണി നിങ്ങൾക്ക് വരുന്നുണ്ട് മാഷേ എന്ന് വ്യക്തമായി അവിടെ സ്ഥാപിച്ച് അവിടെ പറഞ്ഞ് തിരിച്ചു പോന്നിരിക്കുകയാണ്. കാരണം റിപ്പോർട്ടർ TVക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ലൈസൻസ് സംബന്ധിച്ച്, ഉടമസ്ഥാവകാശം സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, അതായത് CPM-ന് വേണ്ടി അടിമവേല ചെയ്യുന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ, കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള നിരവധി ചർച്ചകൾ, അവരുടെ വ്യാജ പ്രചാരണങ്ങൾ, അത്തരത്തിൽ നിരവധിയായ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നത് കോൺഗ്രസിന് അതിനെതിരെ വലിയ ദേഷ്യവുമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ ചാനലിനെതിരായ കേസുകളിൽ തുടരന്വേഷണം ഊർജിതമാക്കുന്നുള്ള നടപടികൾ വേണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇത്തരത്തിൽ ഒരു നിലപാടുണ്ട്, ഇത്തരത്തിലൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരായി നിലനിൽക്കുന്ന അലിഗേഷൻസ്, ആരോപണങ്ങൾ, കേസുകൾ, ഇതിന്മേലൊക്കെ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഓഫീസിന് മുന്നിൽ നടന്ന ഈ പ്രതിഷേധം, ഈ ആഹ്ലാദ പ്രകടനം. അതായത് കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ UDF അധികാരത്തിൽ വന്ന് അവരുടെ ഭരണം ആരംഭിച്ച് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിനെതിരായിട്ടുള്ള കൃത്യമായ അന്വേഷണങ്ങൾ നടത്തണമെന്ന് സമ്മർദ്ദം ചെലുത്തും സർക്കാരിന് മേലെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയുടെ ആവശ്യം പോലുമില്ല. തീർച്ചയായിട്ടും നിലനിൽക്കുന്ന കേസുകളിൽ തുടരന്വേഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ CPM-ന് വേണ്ടി അടിമവേല ചെയ്യുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർക്കെതിരെ കേസുകൾ ഉള്ളത് കൊണ്ടാണ് അവർ സർക്കാരിന് വിധേയപ്പെട്ട് നിൽക്കുന്നത്. സർക്കാരിന് വിധേയപ്പെട്ട് വാർത്തകൾ ചെയ്യുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് സർക്കാർ ഇവർക്കെതിരായ കേസുകൾ മൂടി വെച്ചിരിക്കുകയാണ് തുടങ്ങി നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. ഇതൊക്കെ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പുനഃപരിശോധിക്കപ്പെടുമെന്നും തങ്ങൾക്ക് നൽകിയ പണി 8 മടക്കി തിരിച്ചു കൊടുക്കുമെന്നും തെളിയിക്കുന്ന വിധത്തിലാണ് കോൺഗ്രസിൻ്റെ ആദ്യഘട്ടത്തിലെ റിപ്പോർട്ടർ TVയോടുള്ള പ്രതിഷേധത്തിലൂടെ, അതിന് മുന്നിൽ നടന്ന പ്രകടനത്തിലൂടെ തെളിയുന്നത്.